ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ മനസ്സ് സീരിയലിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം എന്താണെന്ന് നോക്കാം. അടുത്ത ഭാഗം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ നിർത്തിയതെന്ന് പറഞ്ഞാൽ മേഘയും മുത്തശ്ശിയും കൂടിയിട്ട് അവിടെ കാത്തു നിൽക്കുകയാണ്. അതായത് പറഞ്ഞാൽ സിദ്ധാർത്ഥിനെയും മഹേന്ദ്രനെയും ഇൻകം ടാക്സിൻ്റെ പേരും പറഞ്ഞ് പുറത്തേക്ക് വിട്ടിട്ടാണുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചന്ദ്രികയെ കൊണ്ടും മഹേഷിനെ കൊണ്ടും താലി കെട്ടിപ്പിക്കുക എന്നുള്ള ധാരണയിലാണ് അവർ പുറത്തേക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആഹ്ലാദത്തിൽ അതിൻ്റെ സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും ഉള്ളത്. അപ്പോൾ മുത്തശ്ശി പറയാണ്, നീ വിചാരിച്ചതുപോലെ തന്നെ ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ മഹേന്ദ്രനെയും സിദ്ധുവിനെയും നീ പുറത്തേക്ക് അയക്കണം എന്ന് വിചാരിച്ചില്ലേ, അതുപോലെ തന്നെ നീ ചെയ്തു. എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറയാണ് മുത്തശ്ശി. അപ്പോൾ ഇത് കേട്ട് മേഘ പറയാണ്, ഇനിയല്ലേ ശരിക്കുള്ള കാര്യം നടക്കാൻ വേണ്ടി പോകുന്നത്. മഹേഷിനെ കൊണ്ട് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടിപ്പിച്ചതിന് ശേഷം ഞാൻ സിദ്ധുവിനെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന് മുത്തശ്ശി കണ്ടോ. അവർ പോയി കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പിന്നെ തനിച്ചായതുപോലെയുണ്ട്. ലക്ഷ്മി അമ്മ അവിടെ തന്നെ നിന്നിട്ട് ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയാണ്. പിന്നെ പൂജാരി ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ അതും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ മലരും പ്രിയയും കൂടിയിട്ട് കളിക്കുകയാണ്. അപ്പോൾ അവിടെ മഹേഷ് കുറച്ച് മുട്ടായിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പറയുകയാണ് വിളിച്ചിട്ട്, മക്കളെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് പഞ്ഞിമുട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാ മോളെ കഴിച്ചോ, രണ്ടുപേരും കഴിച്ചോ എന്ന് പറഞ്ഞ് മലരിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ മലർ പറയുകയാണ് എനിക്ക് വേണ്ട എന്ന്. അപ്പോൾ പ്രിയയും പറഞ്ഞു, എന്നാൽ എനിക്കും വേണ്ട. ഒരു കുഴപ്പമില്ല, അച്ഛനല്ലേ തരുന്നത്, ഇതാ വാങ്ങിക്കഴിക്ക്. അപ്പോൾ മലർ അയാളടുത്ത് പറയാണ്, അമ്മ നിങ്ങളുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് പോകാൻ പറ, ഇതാ മോള് കഴിക്ക്. എനിക്ക് വേണ്ട. ഇതാ നോക്ക്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ നീയും ഞാനും നിൻ്റെ അമ്മയും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് പോകും. അവിടെ ചെന്ന് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. അപ്പം മലർ പറയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല, ഞാൻ സിദ്ധുവിൻ്റെ കൂടെ നിൽക്കൂ. ഓ, മോള് സിദ്ധുവിൻ്റെ കൂടെ നിൽക്കുമല്ലേ, നീ നിൻ്റെ അമ്മ പറയുന്നത് കേട്ടിട്ട് ഒരുപാട് മാറിപ്പോയി. അപ്പോഴാണ് മേഘ മഹേഷിനെ അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ ഇതെവിടെ പോയി എന്ന് പറഞ്ഞ് അവൾ പരതുകയാണ്. അപ്പോൾ കണ്ടു. അപ്പോൾ പറയാണ് മഹേഷ്, എന്താ മേഡം പറയൂ, എൻ്റെ കൂടെ വാ. അപ്പോൾ ഇവൻ്റെ കയ്യിലുള്ള പഞ്ഞിമുട്ടായി അവിടെ കൊടുത്തിട്ട് പറയാണ്, ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോണേ എന്ന് പറഞ്ഞിട്ട് മേഘയുടെ കൂടെ പോവുകയാണ്. മഹേഷ് എന്താ മേഡം എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ മഹേഷിനോട് പറയാണ്, മഹേഷ്, നീ പറഞ്ഞതുപോലെ തന്നെ സിദ്ധുവിനെയും മഹേന്ദ്രൻ്റെ അച്ഛനെയും ഞാൻ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. സത്യമാണോ മേഡം? അതെ, അവർ തിരിച്ചു വരുന്നതിന് മുമ്പേ നീ ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടണം. ഉറപ്പായും ഞാൻ ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടും മേഡം. ഉണ്ടെങ്കിലാ പ്രശ്നം, അവരെ മേഡം പുറത്തേക്ക് അയച്ചല്ലോ, ഇനി ഞാൻ എന്തിനാ പേടിക്കുന്നത്. നോക്ക് മഹേഷ്, ചന്ദ്രിക അത്ര നിസ്സാരക്കാരിയൊന്നുമല്ല. നീ താലി കെട്ടാൻ പോകുന്നു എന്നറിഞ്ഞാൽ എന്തായാലും എതിർക്കും, കെട്ടാൻ നിന്നെ സമ്മതിക്കില്ല. നീ വേണം ഫോഴ്സ് ചെയ്തിട്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ, മിസ്സാവാനേ പാടില്ല. ശരി മേഡം, മിസ്സാവാനേ പാടില്ലേ. അപ്പോൾ പറയാണ്, മേഡം പറയൂ മഹേഷ്, സിദ്ധാർത്ഥ് സാറും മേഡത്തിൻ്റെ അച്ഛനും ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരില്ലല്ലോ അല്ലേ? ഉറപ്പായും വരില്ല, നീ ചെന്ന് റെഡിയായി നിൽക്ക്. പിന്നെ കാണിക്കുന്നത് സിദ്ധാർത്ഥ് സാറും മഹേന്ദ്രൻ അച്ഛനും കൂടിയിട്ട് പോവുകയാണ് ഇൻകം ടാക്സിലേക്ക്. അപ്പോൾ അവർ പോകുന്ന വഴിക്ക് അവർ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് പോകുന്നത്. ഇങ്ങനെയൊന്നും ആവാൻ സാധ്യതയില്ലല്ലോ എന്ന് കരുതിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴി സിദ്ധു ചോദിക്കുകയാണ്, എന്താ അങ്കിൾ, എന്തിനാ ഇത്ര പെട്ടെന്ന് വരാൻ വേണ്ടി പറഞ്ഞത്? അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, അതാ എനിക്കും അറിയാത്തത് സിദ്ധു, ഉടനെ എൻക്വയറിക്ക് വരണം, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കും എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിദ്ധു, ആക്ഷനോ? സിദ്ധു പറയാണ്, അങ്കിളെ അതിന് മാത്രം നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? അറിയില്ലടാ, ഞാൻ ഓഡിറ്ററോട് നേരെ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ പുറത്തെവിടെയോ ആണ്, വന്നോളാം എന്നാണ് പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞാലോ അതിനും ഭാഗ്യമില്ല. എന്തായാലും ലക്ഷ്മിയുണ്ടല്ലോ, അവൾ നോക്കിക്കോളും, സാരമില്ല. അപ്പോൾ ചന്ദ്രിക അവിടെ വന്നിട്ട് ചോദിക്കുകയാണ് ലക്ഷ്മി അമ്മയോട്, എന്താ അമ്മ ഇങ്ങനെ നടക്കുന്നത്? അപ്പോഴാണ് അറിയുന്നത്, എൻ്റെ ഏട്ടനാണെങ്കിൽ ഇൻകം ടാക്സിൽ നിന്ന് കോൾ വന്നിട്ട് പോയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ സിദ്ധുവും പോയിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. അതാ എനിക്ക് ടെൻഷൻ. എന്താ അമ്മയും പറയുന്നത്? മുഹൂർത്ത സമയം ആവാറായല്ലോ, എന്നാൽ പിന്നെ കല്യാണം നടത്തിയിട്ട് പോയാൽ പോരായിരുന്നോ? അതിനുവേണ്ടി ഏട്ടൻ അവരോട് സമയം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ നിങ്ങളെ അന്വേഷിച്ച് നമ്മൾ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് പറഞ്ഞത്. എന്തിനാ വിളിച്ചതെന്ന് മനസ്സിലാവുന്നേയില്ല. ഇതിനു വേണ്ടിയാ എൻ്റെ ഏട്ടനും സിദ്ധുവും ചോദിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. എന്താ കാര്യം എന്ന് അറിയണമല്ലോ. എന്താ അമ്മ ഇനി ചെയ്യുക? എന്തായാലും ഏട്ടൻ വരാൻ താമസിക്കുമല്ലോ, അപ്പോഴത്തേക്ക് ഞാൻ തന്നെ താലിമാല എടുത്തു കൊടുത്ത് എല്ലാവരുടെയും കല്യാണം നടത്താൻ വേണ്ടി പറഞ്ഞിരിക്കുക. ഇതൊക്കെ കണ്ട് മേഘ ദൂരെ നിന്ന് മാറി നിന്ന് സന്തോഷിക്കുക.
അപ്പോൾ മേഘയുടെ അടുത്തേക്ക് മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മേഘ ഇവിടെ നിൽക്കുന്നത്? അപ്പം മേഘ പറയുന്നു, മുത്തശ്ശി ഇതാണ് ശരിയായ സമയം, അച്ഛനും സിദ്ധുവും ഇല്ലാത്ത സമയം. അപ്പോൾ തന്നെ ഈ വിവാഹത്തിന് മുന്നിട്ട് നിൽക്കണം, എന്നാലേ മഹേഷിന് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടാൻ സാധിക്കുകയുള്ളൂ. ഈ പൂജാരിയോട് പറഞ്ഞ് വേഗം ഈ കല്യാണം അങ്ങ് നടത്താൻ വേണ്ടി പറയും. മുത്തശ്ശിയും വാ പോയി പറയാം. വാ പറയാം. പൂജാരി 10:30ക്കും 11:00നും ഇടയിൽ രാഹുകാലമാ, അതിനു മുമ്പേ ഈ കല്യാണം നടത്തണം. ശരി, നടത്തിയേക്കാം. മഹേന്ദ്രൻ സാറിനോടും ലക്ഷ്മി മേഡത്തിനോടും വന്ന് താലി എടുത്തു കൊടുക്കാൻ വേണ്ടി പറയൂ, എന്നിട്ട് നമുക്ക് ഈ കല്യാണം നടത്താം. അച്ഛൻ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോയിരിക്കുക, അപ്പോൾ അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയോ? അമ്മ താലി എടുത്തു കൊടുത്താൽ മതിയല്ലോ. ശരി, അപ്പം ലക്ഷ്മി മേഡത്തിനെ വിളിച്ചു കൊണ്ടുവരൂ. ശരി ശരി എന്ന് പറഞ്ഞ് മുത്തശ്ശിയും അവളും പോവുകയാണ്. മേഘയും കൂടി പോവുകയാണ് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട്. ലക്ഷ്മി അമ്മ ചന്ദ്രികയോട് പറയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ ഏട്ടൻ വരുമ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോകുമല്ലോ, അപ്പം മുഹൂർത്തം കഴിയുന്നതിന് മുമ്പേ നടത്തുന്നതല്ലേ നല്ലത്. മേഘയും മുത്തശ്ശിയും തെരഞ്ഞു പിടിച്ച് എല്ലാം കൂടി ലക്ഷ്മി അമ്മയെ കണ്ടു. എന്നിട്ട് പറയുകയാണ്, മേഘ വന്നിട്ട്, അമ്മേ മുഹൂർത്ത സമയം കഴിയാറായി, ധൃതി പിടിക്കുകയാണ് അവിടുന്ന് പൂജാരി, അപ്പോൾ അതിനു മുമ്പേ നമുക്ക് നടത്താം. വന്ന് താലി എടുത്ത് കൊടുക്കമ്മേ, അദ്ദേഹം വിവാഹം നടത്തിക്കോളും. ഈ കല്യാണം ഒരു സാധാരണ കല്യാണമല്ല മേഘ, ഞാനും നിൻ്റെ അച്ഛനും ഒരു നേർച്ച നേർന്നിരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാ. ഏട്ടനും ഞാനും ചേർന്ന് വേണം ഈ കല്യാണം നടത്താൻ. അങ്ങനെ ചെയ്താൽ മാത്രമേ ഞങ്ങളെ ഈ നേർച്ചയ്ക്ക് ഒരു ഫലമുണ്ടാവൂ. അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ചത്. അച്ഛൻ അമ്മയോട് ഈ വിവാഹം നടത്താൻ പറഞ്ഞിട്ടല്ലേ പോയത് മേഘ? പിന്നെ എന്തിനാ അമ്മേ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നേ? നേർച്ചയൊക്കെ നന്നായിട്ട് തന്നെ നടക്കും. അമ്മ ആദ്യം വന്നിട്ട് താലി എടുത്ത് കൊടുക്ക്. മുത്തശ്ശി. അപ്പോൾ മേഘ, മുഹൂർത്തം കഴിയുന്നതിന് മുമ്പേ വിവാഹം നടത്തണം. അതേ ലക്ഷ്മി, ഇതിൽ ചിന്തിക്കാൻ എന്തിരിക്കുന്നു? മേഘ. മേഘ പറഞ്ഞത് കറക്റ്റല്ലേ, വന്ന് താലി എടുത്ത് കൊടുക്ക്. എനിക്കെന്തോ ഞാനും അദ്ദേഹവും ഒരുമിച്ച് നിന്ന് ഈ കല്യാണം നടത്തുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. അയ്യോ അമ്മേ, ഇങ്ങനെ ചിന്തിച്ച് നിന്നാൽ മുഹൂർത്ത സമയം കഴിഞ്ഞു പോകും അമ്മേ. അതേ, വേഗം പോകാം ലക്ഷ്മി. അപ്പോഴേക്കും പൂജാരിയും അവിടെ വന്ന് പറയാണ്, ഇതേ മുഹൂർത്ത സമയം കഴിയാറായി, എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം, എല്ലാവരും അങ്ങോട്ടേക്ക് വരണം. വാ ലക്ഷ്മി, നമുക്ക് പോകാം. വരൂ ലക്ഷ്മി എന്ന് പറഞ്ഞ് മേഘയും മുത്തശ്ശിയും അപ്പുറവും ഇപ്പുറവും പിടിച്ചിട്ട് കൊണ്ടുപോവുകയാണ്. മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് അവർ വരും. അല്ല ഏട്ടൻ വരാതെ. വാ അമ്മേ വാ. നീ വിഷമിക്കാതെ, മഹേന്ദ്രൻ വന്നോളും, രാഹുകാലം തുടങ്ങാൻ പോവുക. മഹേഷ് എല്ലാം ശ്രദ്ധിച്ചിട്ട് കരുക്കൾ നീക്കുകയാണ്. പിന്നെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ഇൻകം ടാക്സിൽ എത്തിയിരിക്കുകയാണ്. അതായത് പറഞ്ഞാൽ സിദ്ധുവും മഹേന്ദ്രനും. എക്സ്ക്യൂസ് മീ, അസിസ്റ്റൻറ്റ് കമ്മീഷണർ എന്നോട് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യൂ സാർ എന്ന് പറഞ്ഞാൽ അവർ വിളിക്കുകയാണ്. അപ്പോൾ പറയാണ്, സിദ്ധു പറയാണ്, നമുക്ക് എന്തായാലും ഒന്ന് നോക്കാമല്ലോ. സാർ, മഹേന്ദ്രൻ സാർ വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് വരാൻ വേണ്ടി പറയുമെന്നാൽ. മഹേന്ദ്രൻ സാർ വരൂ സാർ, ഇരിക്കൂ സാർ എന്ന് പറഞ്ഞ് അവർ സ്വീകരിക്കുകയാണ്. പറയൂ സാർ, എന്താ സാർ വന്നത്? അത് എന്തോ എൻക്വയറി ചെയ്യണമെന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. എന്താണെന്ന് ചോദിച്ചിട്ട് പോകാമെന്ന് കരുതിയത്. അപ്പോൾ അവരോട് പറയാണ്, എൻക്വയറിക്ക് വിളിച്ചെന്നോ? ആരാണ് സാർ വിളിച്ചത്? അത് ആരാണെന്ന് പേര് പറഞ്ഞില്ല. ഏതോ ഒരു അൺനോൺ നമ്പറിനാണ് കോള് വന്നത്. അതെ സാർ എന്ന് സിദ്ധുവും പറഞ്ഞു. ഇല്ല സാർ, നമ്മുടെ ഓഫീസിൽ നിന്ന് ആരെയും വിളിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവർ ഓഫീസർ ഫോൺ വാങ്ങിയാണ് മഹീന്ദ്രൻ്റെ അടുത്ത് നിന്ന്. സാർ, ആ ഫോണും തന്നെ, ആരാ വിളിച്ചതെന്ന് നോക്കട്ടെ, നമ്പറൊന്ന് നോക്കട്ടെ. ഈ നമ്പറിൽ നിന്ന് ആ കോള് വന്നതെന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയാണ് അവരുടെ അടുത്ത്. സാർ, ഇത് നമ്മുടെ ഓഫീസ് സ്റ്റാഫിൻ്റെ ആരുടെയും നമ്പറല്ല, ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്കുക എന്ന് മഹേന്ദ്രൻ സാറിനോട് അവിടുത്തെ സാറ് പറയാണ്. സാർ, ഈ നമ്പറിൽ ഫോൺ എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് പറയുന്നു. എന്നാൽ ഏതെങ്കിലും റോങ് നമ്പർ ആയിരിക്കും, മറ്റാരെങ്കിലും വിളിക്കുന്നിടത്ത് സാറിനെ വിളിച്ചതാവാം, അല്ലെങ്കിൽ പിന്നെ സാറിനെ കബളിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്തതാവും. ഒരിക്കൽ കൂടി കോൾ വന്നാൽ സാറ് കുറച്ച് അലർട്ടായിരിക്കണം. ഓക്കെ സാർ. ഞാൻ വിളിച്ചപ്പോൾ എന്താണെന്നറിയാതെ പേടിച്ചു പോയി, അതുകൊണ്ട് അത്രയും പെട്ടെന്ന് തന്നെ ഓടി വന്നത്. സാർ എന്തിനാ സാർ ഭയക്കുന്നത്? സാറിൻ്റെ റെക്കോർഡെല്ലാം ക്ലിയർ അല്ലേ? ഇത്രയും ജെന്യൂനായി ഇൻകം ടാക്സ് അടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് സാറ് മാത്രമായിരിക്കും. സാറിൻ്റെ പേരിൽ എൻക്വയറി വരുമോ സാർ? ശരി സാർ, ഓക്കെ സാർ. എന്നാൽ ശരി സാർ, ഇറങ്ങട്ടെ. ഓക്കെ സാർ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങി. ഭാഗ്യം, എന്തോ ആണെന്ന് കരുതി പേടിച്ചു പോയി. അപ്പോൾ സിദ്ധു, നമ്മൾ പേടിച്ച പോലെയൊന്നുമില്ലല്ലോ, ഭാഗ്യം. എല്ലാവരും വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ മേഘയും അമ്മയും അവിടെ എത്തി. എന്നിട്ട് പറയാണ് മേഘ, എന്താ അമ്മ എത്തി, നമുക്ക് തുടങ്ങിയാലോ എന്ന് പറയാണ്. ശരിയെന്ന് നമുക്ക് തുടങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവർ തുടങ്ങുകയാണ്. ദേവിയെ ധ്യാനിച്ച് താലിയിൽ തൊടാം. അങ്ങനെ ഓരോ താലിയും ദേവിയെ ധ്യാനിച്ച് അവർ കൊടുക്കുകയാണ്.
തിരിച്ചു വരുന്നതിൻ്റെ ഇടയിൽ സിദ്ധു ചോദിക്കുകയാണ്, അങ്കിൾ എന്താ അങ്കിൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല സിദ്ധു. എന്നാലും ഇൻകം ടാക്സ് ഓഫീസിലേക്ക് ഇത്ര അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത് ആരായിരിക്കും? എന്തിനാ അവൻ വരാൻ വേണ്ടി പറഞ്ഞത്? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ സിദ്ധു അങ്കിളെ, ഇത് ആരോ ഉറപ്പായിട്ടും കരുതിക്കൂട്ടി ചെയ്തതാരോ. നമുക്ക് ഫോൺ ചെയ്ത ആളുടെ നമ്പർ സൈബർ ക്രൈമിൽ കൊടുത്തിട്ട് ആരുടെ നമ്പറാ എന്ന് അന്വേഷിക്കാം. അങ്കിളെ, അവനെ നമ്പർ നോക്കി പിടിച്ച് അവൻ 2 പൊട്ടിച്ചാണ്ടല്ലോ അവൻ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തതെന്ന് തത്ത പറയും പോലെ പറയും. ഇൻകം ടാക്സ് ഓഫീസിലേക്ക് നമ്മളെ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്നൊക്കെ നമുക്ക് ശരിക്കും അറിയാൻ വേണ്ടി പറ്റും. ഈ പറയുന്നതൊക്കെ ശരിയാണ് സിദ്ധു. അങ്കിളെ, ആൻറ്റിയെ വിളിച്ചിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞേക്കൂ, അല്ലെങ്കിൽ ആൻറ്റി പേടിച്ച് ഒന്നും ചെയ്യാൻ നിൽക്കില്ല. വിളിക്കാം, ശരി സിദ്ധു എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ വിളിക്കുകയാണ് മഹേന്ദ്രൻ. മുത്തശ്ശി ആരോ വിളിക്കുന്നു, ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിച്ച്. പറയൂ ഏട്ടാ, പോയ കാര്യം എന്തായി? അതൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എന്താ ഏട്ടാ ഈ പറയുന്നത്? പോയ കാര്യം ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? അതേ ലക്ഷ്മി, ചെറിയ ഒരു എൻക്വയറി ആയിരുന്നു, അതുകൊണ്ടാണ് വേഗം കഴിഞ്ഞത്. ബാക്കിയൊക്കെ നേരിട്ട് വന്ന് പറയാം. ശരി ഏട്ടാ. ഞാനും സിദ്ധുവും ക്ഷേത്രത്തിൽ എത്തിയാൽ ഉടൻ വിവാഹം നല്ല രീതിയിൽ നടത്താം. ഇപ്പോഴാണ് ഏട്ടാ എനിക്കൊന്ന് സമാധാനമായത്. ഏട്ടൻ പെട്ടെന്ന് വാ. ശരി ലക്ഷ്മി, ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ് വരുന്നത്, വേഗം എത്താൻ നോക്കാം. മേഘ, നിന്റെ അച്ഛനും സിദ്ധുവും ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് അദ്ദേഹം എത്തിയിട്ട് കല്യാണം നടത്താം. മേഘയും മുത്തശ്ശിയും ഒന്ന് ഞെട്ടി. ഇനി അവരുടെ പ്ലാനുകളൊന്നും നടക്കില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കുകയാണ്. അയ്യോ, അച്ഛനും സിദ്ധുവും വന്നാൽ എൻ്റെ പ്ലാനൊക്കെ കൊളാവുമല്ലോ. അച്ഛൻ വരുന്നതിന് മുമ്പേ എങ്ങനെയെങ്കിലും ചന്ദ്രികയുടെയും മഹേഷിൻ്റെയും വിവാഹം നടത്തണം. അവൾ ഇതൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് പൂജാരി അടുത്ത് പോയിട്ട് പറയാണ്, പൂജാരി, വിവാഹത്തിൻ്റെ മുഹൂർത്തം തെറ്റാറായില്ലേ, അതിനു മുമ്പേ നമുക്ക് വിവാഹം നടത്തിയേക്കാം. ശരി മോളെ, ഈ അർച്ചന എല്ലാവർക്കും കൊടുക്ക്. ലക്ഷ്മി മേഡം, പൂജയൊക്കെ കഴിഞ്ഞതല്ലേ, നിങ്ങളുടെ കൈകൊണ്ട് തന്നെ താലി എടുത്തു കൊടുക്കൂ. ലക്ഷ്മി അതനുസരിച്ച് ഓരോരുത്തരുടെയും കയ്യിൽ താലി എടുത്തു കൊടുക്കുകയാണ്. മേഘ മഹേഷിൻ്റെ അടുത്ത് പറയാണ്, മഹേഷ്, നിന്നെ സമയം ആയി എന്ന് കണ്ടാൽ പൂജാരി പറയുന്നതനുസരിച്ച് നീ ചന്ദ്രികയുടെ കഴുത്തിൽ ആ താലി കെട്ടിയിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് ചന്ദ്രികയെ എത്തിക്കാം. ശരി മാഡം. അപ്പോൾ മേഘ വിളിച്ചു, ചന്ദ്രികെ, എന്താ അവിടെ നിൽക്കുന്നത്? ഇവിടെ വന്ന് നിൽക്കേ, എന്നാൽ അർച്ചന ചെയ്യാൻ എളുപ്പമായിരിക്കും. വാ ചന്ദ്രികയെ. ചന്ദ്രിക ഒന്ന് മടിച്ചു, എന്നിട്ടും ആ വിളി കേട്ടപ്പോൾ അവിടേക്ക് പോയി. ഇങ്ങോട്ട് വന്ന് നിൽക്കി ചന്ദ്രികയെ എന്ന് പറഞ്ഞ് മഹേഷിൻ്റെ അടുത്ത് തന്നെ അവളെ നിർത്തി. മേഘ അപ്പുറത്തേക്ക് മാറി നിന്നു. ചന്ദ്രിക ഒന്ന് വല്ലാതെയായി. മഹേഷിനെ തന്നെ നോക്കുകയാണ്, മഹേഷ് അവളെയും നോക്കുകയാണ്. അങ്ങനെ ലക്ഷ്മി അമ്മ എല്ലാവരുടെ കയ്യിലും താലി എടുത്തു കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ പൂജാരി ഇവിടുന്ന് വിളിച്ചു പറയുകയാണ്, നാഗസരം. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇവിടെ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.